എന്തിനാണ് നിയമങ്ങൾ? മനുഷ്യൻ്റെ ജീവിതം സുഗമമാക്കാനോ അതോ കൂടുതൽ സങ്കീർണമാക്കാനോ? പലപ്പോഴും നല്ലതിനു വേണ്ടി ആരംഭിച്ചവ പിന്നീട് കീറാമുട്ടിയായി തീരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത്? ജീവസന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിന് നേരിടേണ്ടി വന്ന ഏറ്റവും പ്രയാസമേറിയ ദൗത്യങ്ങളിലൊന്നായിരുന്നു വ്യർത്ഥമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന മതഭക്തരായ ആളുകളെ അവരുടെ ആരാധനയിൽ ദൈവത്തിന് യാതൊരു പ്രസാദവുമില്ലെന്ന് ബോധ്യപ്പെടുത്തുക എന്നത്. ആദരം കൊണ്ടവർ ദൈവത്തെ ആരാധിച്ചുവെങ്കിലും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു. വ്യർത്ഥമായ മാനുഷിക സമ്പ്രദായങ്ങളെ അവർ മുറുകെ പിടിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ അവഗണിച്ചു. മാത്രമല്ല, തങ്ങൾ പിന്തുടർന്നു വന്ന വ്യർത്ഥമായ ആചാരങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ അവർ കർത്താവായ യേശുവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം. അശുദ്ധി മനുഷ്യൻ്റെ അകത്തുനിന്ന് പുറത്തേക്കാണ് വരുന്നത്. അതാണ് ബൈബിളിൻ്റെ തത്വം. വിശുദ്ധിയും അശുദ്ധിയും ദൈവവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. യേശുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും യഹൂദമതം വളരെ സങ്കീർണമായ ഒരു ധാർമ്മിക വ്യവസ്ഥിതി വികസിപ്പിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധിയെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും അവരുടെ ബോധ്യങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തിരുന്നു. അവർ ആചാരാനുഷ്ഠാനങ്ങളിലും ചട്ടങ്ങളിലും ലേവ്യ നിയമങ്ങളിലും വ്യാപൃതരായിരുന്നു എന്ന് മാത്രമല്ല, ദൈവം കൊടുത്ത പ്രമാണങ്ങളുടെ അതിര് കടന്ന് പലതും കൂട്ടിച്ചേർത്തു. ഓരോ ചെറിയ കാര്യത്തെയും ഇഴപിരിച്ച് അതിന് പിരിവുകളും ഉപനിയമങ്ങളും ഉണ്ടാക്കി. അതിൽ നിന്നും ഉടലെടുത്ത ആശയമാണ് ഒരു വ്യക്തി അശുദ്ധമാകുന്നത് വെളിയിൽ നിന്നുമാകുന്നു എന്നുള്ളത്. യേശുവിൻ്റെ സമയത്തെ യഹൂദൻ തങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും പള്ളിയിൽ പോവുകയും ചെയ്തതിനാൽ വിശുദ്ധരാണെന്ന് സ്വയം കണക്കുകൂട്ടി. ദൈവത്തിങ്കിലേക്കുള്ള വഴി തങ്ങളുടെ സ്വപ്രയത്നത്തിലൂടെ നേടാമെന്ന മിഥ്യാധാരണ അവർക്കുണ്ടായിരുന്നു. യേശു ഈ അന്ധതയെ പൊളിച്ചു കാണിച്ചു. നാം ഇന്ന് പഠിക്കുവാൻ പോകുന്ന മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ദൈവഹിതം നിറവേറ്റുന്ന ദൈവത്തിൻ്റെ ദാസനാണ് കർത്താവായ യേശു എന്നുള്ള മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ചിന്താവിഷയം 7-ാം അധ്യായത്തിൽ സുവ്യക്തമാകുന്നുണ്ട്. കർത്താവ് പ്രവർത്തന നിരതനായ ഒരു വ്യക്തിയായിരുന്നു. ഒരു രക്ഷകനെന്ന നിലയിൽ അവനെ സംബന്ധിക്കുന്ന മനോഹരമായ വസ്തുതയും അതുതന്നെയാണ്. അവനെ രക്ഷിപ്പാൻ പ്രാപ്തിയുണ്ട് എന്ന് മാത്രമല്ല, രക്ഷിപ്പാൻ കഴിവുള്ള വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പഴയ പുതിയ നിയമങ്ങളുടെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ അനേകം വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പുതിയ നിയമ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ വിശദീകരിച്ചല്ലോ. ഇസ്രായേൽ ജാതിയുടെ ചരിത്രത്തിൽ വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ 400 വർഷങ്ങൾ. അവരുടെ പ്രവാസകാലത്തും അവർ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വന്നതിന് ശേഷവും പഴയ പുതിയ നിയമങ്ങൾക്കിടയിലുള്ള കാലത്തും ഇസ്രായേല്യരുടെ ഇടയിൽ പുതിയ സംഘടനകളും സമൂഹങ്ങളും രൂപം കൊള്ളുകയുണ്ടായി. പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും ഹെരോദ്യരും ഒക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. അവരെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഈ അധ്യായത്തിലെ പഠനത്തിന് സഹായകരമാണ്. ഒന്ന്, ശാസ്ത്രിമാർ. എസ്രാ ശാസ്ത്രിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ആയിരിക്കണം ഈ പറഞ്ഞ കൂട്ടത്തിൻ്റെ സ്ഥാപകൻ. ഈ ശാസ്ത്രിമാരായിരുന്നു ന്യായപ്രമാണം വ്യാഖ്യാനിക്കുവാൻ ഔദ്യോഗികമായി അവകാശമുള്ളവർ. അവർ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വിപുലമായ സദാചാര തത്വങ്ങളെ വിശദീകരിച്ച് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും പരിഗണിച്ച് 10,000 ചെറിയ ചെറിയ നിയമങ്ങളാക്കി മനുഷ്യർക്ക് നൽകി.
യേശുവിൻ്റെ കാലമായപ്പോഴേക്കും അവർ ന്യായപ്രമാണത്തിൻ്റെ ആശയത്തേക്കാൾ അക്ഷരത്തിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നവർ ആയിത്തീർന്നു. അതായത് ഒരു തരം തലനാരിഴ കീറി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വ്യാഖ്യാനം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമമില്ലേ, അതുതന്നെ. ഇന്നും ഈ പറഞ്ഞ പ്രശ്നം സഭയിൽ കാണാം. പല കാരണങ്ങളാൽ മറ്റുള്ളവരോട് ചേർന്ന് പോകുവാൻ മനസ്സില്ലാത്തതിനാൽ ചിലർ സ്വന്തമായി ഒരു സഭ അല്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിക്കും. തങ്ങളുടെ സഭ മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമുള്ളതാകുന്നു എന്ന് കാണിക്കുവാനും കൂടെ നിൽക്കുന്നവർ മറ്റെങ്ങും പോകാതെ സൂക്ഷിക്കുവാനും ബൈബിളിലെ ഉപദേശങ്ങൾക്ക് സ്വന്തമായ ഒരു വ്യാഖ്യാനം കൊണ്ടുവരുന്നവരാണ് ഈ പറഞ്ഞ ആളുകൾ. രണ്ടാമത്തെ കൂട്ടം പരീശന്മാരാണ്. പരീശന്മാരുടെയും തുടക്കം നല്ല ഉദ്ദേശത്തോടെയായിരുന്നു. വൈദേശിക സ്വാധീനത്തിൽ നിന്ന് യഹൂദന്മാരുടെ ജീവിതചര്യയെ, അതായത് അവരുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കുവാനാണ് ഈ പരീശന്മാർ രൂപമെടുത്തത്. ശാസ്ത്രിമാർ വ്യാഖ്യാനിച്ചു കൂട്ടുന്നതെല്ലാം അതുപോലെ അക്ഷരാർത്ഥത്തിൽ ചെയ്യുവാൻ ശ്രമിച്ചിരുന്നവരായിരുന്നു ഈ പരീശന്മാർ. എന്നാൽ പലപ്പോഴും അവർ ചെയ്തിരുന്നതൊക്കെ അർത്ഥമില്ലാത്ത ചടങ്ങുകൾ മാത്രമായി മാറി. യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത ആചാരങ്ങൾ. ഇന്നും ഇത്തരം ആളുകളെ സഭകളിൽ കാണാം. ഈ പറഞ്ഞ പരീശന്മാർ തികഞ്ഞ നിയമവാദികളായിരുന്നു. പഴയ നിയമത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. രാഷ്ട്രീയമായി അവർ തദ്ദേശീയവാദികളായിരുന്നു. ആസന്നമായ സ്വർഗരാജ്യം ഭൂമിയിൽ നടപ്പാക്കണമെന്നായിരുന്നു അവരുടെ താല്പര്യം. മൂന്നാമത്തെ കൂട്ടർ സദൂക്യർ. ഇവർ സമൂഹത്തിലെ പണക്കാരായിരുന്നു. സാമൂഹ്യ സേവനവും മാനവികതയും ആയിരുന്നു അവരുടെ ഇഷ്ടവിഷയങ്ങൾ. അവർക്ക് ആത്മീയമായി ആഴമായ ചിന്താഗതികൾ ഒന്നും ഇല്ലായിരുന്നു. ആചാരങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നായിരുന്നു അവരുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ പരീശന്മാരുടെ ചിന്താഗതികൾക്ക് അവർ എല്ലായ്പ്പോഴും എതിരായിരുന്നു. അലൗകികമായതൊന്നും അവർ അംഗീകരിച്ചിരുന്നില്ല. ഗ്രീസിലെ എപ്പിക്കൂരിയരോട് അവർ തുല്യരായിരുന്നു. ഇന്നും ഇതുപോലെയുള്ളവർ സഭയിൽ ഏറെയുണ്ട്. അവർ ആരാധനയ്ക്ക് വരുന്നത് തന്നെ സമൂഹത്തിലെ നിലനിൽപ്പിൻ്റെ കാര്യമായതുകൊണ്ട് മാത്രമാണ്, അല്ലേ വരില്ല. അവരുടെ താല്പര്യങ്ങൾ മറ്റു പലതുമാണ്. ഇനി നാലാമതൊരു കൂട്ടരുണ്ടായിരുന്നു, ഹേരോദ്യർ. യേശുവിൻ്റെ കാലത്ത് രാഷ്ട്രീയ അവസരവാദികളായി ഉയർന്നു വന്ന കൂട്ടരാണ് ഈ ഹേരോദ്യർ. ഹേരോദ രാജാക്കന്മാരെ സിംഹാസനത്തിൽ ഇരുത്തണമെന്ന പരിശ്രമമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇന്നും രാഷ്ട്രീയ താല്പര്യത്തോടെ സഭകളിൽ വരുന്ന അനേകം ആളുകളുണ്ടല്ലോ. അവരുടെ മുൻഗാമികൾ എന്ന് വേണമെങ്കിൽ ഈ ഹേരോദ്യരെക്കുറിച്ച് പറയുവാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ സംഭവം മനസ്സിലാക്കുവാൻ ഈ മുഖവുര തീർച്ചയായിട്ടും നമ്മെ സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ വിശദമായി നിങ്ങളോട് പറഞ്ഞത്. ഇനി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കേട്ടിട്ട് യെരൂശലേമിൽ നിന്ന് ഗലീലയിലേക്ക് വരികയാണ്. ഇസ്രായേലിൻ്റെ തെക്കൻ പ്രദേശമായ യെരൂശലേമിൽ നിന്ന് വടക്കൻ പ്രദേശമായ ഗലീലയിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് അവർ വന്നത് എന്തുകൊണ്ടാണ്? ചുരുങ്ങിയ കാലം കൊണ്ട് യേശുവിൻ്റെ പേർ നാടെങ്ങും പരന്നു. അതുകൊണ്ടാണ് അവർ ഇത്രമാത്രം യാത്ര ചെയ്തിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. 2 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്, അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു. ഇത് യെരൂശലേമിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരു പ്രത്യേക സംഘമായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാവുന്നതാണ്. യേശുവിനെ ഒറ്റുനോക്കുവാൻ അവർ ഗലീലയിലേക്ക് അയക്കപ്പെട്ടവരായിരുന്നു. യേശുക്രിസ്തുവിനെ കുടുക്കുവാൻ അയക്കപ്പെട്ട ബുദ്ധിജീവികളായ എതിരാളികളായിരുന്നു ഈ പറഞ്ഞ ആളുകൾ. യേശു അവരോട് എതിർത്ത് നിന്നത് തന്നെ അവിടുത്തെ ദൈവത്വം തെളിയിക്കുന്ന വിധത്തിലായിരുന്നു. അവൻ്റെ ശത്രുക്കളുടെ സാക്ഷ്യം യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നത്രേ. എന്നാൽ അവനിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ അവർക്ക് വിഷമമില്ലായിരുന്നു. കാരണം യേശുക്രിസ്തു അവരുടെ ആചാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ചിരുന്നു.
അവർ യേശുവിൻ്റെ ശിഷ്യന്മാരെ വിമർശിക്കുകയല്ലായിരുന്നു ചെയ്തത്. മറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ആചാരങ്ങൾ അല്ലെങ്കിൽ പൂർവികന്മാരുടെ പാരമ്പര്യം അനുഷ്ഠിക്കുവാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നതായിരുന്നു അവരുടെ ആരോപണം. ദൈവം നൽകിയ ന്യായപ്രമാണമല്ല, പഴയ നിയമത്തിന് അവരുടെ പൂർവികന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളായിരുന്നു ഈ അനുഷ്ഠാനങ്ങൾ. കൈ വൃത്തിയാക്കുന്നതിന് വേണ്ടി കഴുകുന്നതിനെ അല്ല ഇവിടെ പറയുന്നത്, പിന്നെയോ ചടങ്ങായ കഴുകലിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ചടങ്ങായ കഴുകലിന് കർക്കശമായ നിയമങ്ങളുണ്ടായിരുന്നു. ഈ കഴുകൽ ആരോഗ്യ സംരക്ഷണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശുദ്ധിയാക്കൽ അല്ലായിരുന്നു എന്ന് ഓർക്കണം, പിന്നെയോ ആചാരപരമായ കഴുകലായിരുന്നു. ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഭക്ഷണ സമയത്ത് ഏതെങ്കിലും പുതിയ വിഭവം കഴിക്കുന്നതിന് മുൻപും കൈകൾ ഒരു പ്രത്യേക വിധത്തിൽ കഴുകുന്നതാണ് ഇവിടെ നിഷ്കർഷിക്കുന്ന പാരമ്പര്യം. ഈ പറഞ്ഞ അനുഷ്ഠാനത്തിനുള്ള വെള്ളം പ്രത്യേക കൽപ്പാത്രങ്ങളിൽ മാത്രം സൂക്ഷിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വെള്ളത്തിൽ മറ്റൊന്നും കലരാതെയും വേറെ ഒന്നിനും ഉപയോഗിക്കാതെയും ആചാരപരമായി ശുദ്ധമായി സൂക്ഷിച്ചിരുന്നു. ഈ വെള്ളം ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും കൈ കഴുകിയാൽ ശുദ്ധമാകില്ല. കഴുകേണ്ടതുപോലെ കഴുകണം. ആദ്യം കൈവിരലിൻ്റെ തുമ്പ് മുകളിലേക്ക് ആക്കി വിരലിൻ്റെ തുമ്പത്തേക്ക് വെള്ളം ഒഴിക്കണം. ആ വെള്ളം കണങ്കൈ വരെ ഒഴുകി ഇറങ്ങണം. ഇനിയും ഒഴിക്കേണ്ട വെള്ളത്തിൻ്റെ കണക്കുണ്ട്. ഏറ്റവും കുറഞ്ഞത് 1.5 മുട്ടത്തോട് നിറയെ വെള്ളമെങ്കിലും വേണം. അങ്ങനെ കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ ഒരു കൈയുടെ മുഷ്ടി കൊണ്ട് തിരുമ്മി മറ്റേ കൈയുടെ ഉള്ളം കൈ വൃത്തിയാക്കണം. തീർന്നില്ല, ഇപ്പോൾ കയ്യിൽ പുരണ്ടിരിക്കുന്ന വെള്ളം അശുദ്ധമാണല്ലോ, അത് ഇനിയും കഴുകിക്കളയണം. അതിനുവേണ്ടി കൈവിരലുകളുടെ തുമ്പ് താഴേക്ക് വെച്ച് കണങ്കൈ മുതൽ താഴേക്കൊഴുകി വിരലുകളുടെ തുമ്പിലൂടെ വെള്ളം ഒഴുകിപ്പോകണം. അങ്ങനെ കൈകൾ വൃത്തിയാകുമെന്നാണ് അവർ ചിന്തിച്ചത്. അല്ലെങ്കിൽ അശുദ്ധം. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ അത് തെറ്റായ പെരുമാറ്റ രീതിയാണെന്നോ ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മുൻപിൽ അശുദ്ധരാകുന്നു എന്നത്രേ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ അശുദ്ധരാകുന്നവർക്കുണ്ടായിട്ടുള്ള വിപത്തുകളുടെ ഒരു നീണ്ട നിര തന്നെ യഹൂദ സമൂഹത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അത് കേട്ട് ഭയന്ന് എല്ലാവരും ഇത്തരം ശുദ്ധീകരണ നിയമങ്ങൾ പാലിച്ചിരുന്നു. ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് യഹൂദന്മാർ ചിന്തിച്ചിരുന്നത് തങ്ങൾ ശ്രേഷ്ഠതയുള്ളവരും ഇങ്ങനെ ചെയ്യാത്തവർ അശുദ്ധരുമാണെന്നായിരുന്നു. ഏതോ ഒരു ആചാരം അനുഷ്ഠിച്ചത് കൊണ്ടോ ഏതെങ്കിലും പ്രത്യേക സഭയിലെ അംഗമായതിനാലോ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്നും മറ്റുള്ളവരൊക്കെ അശുദ്ധരെന്നും ദൈവത്താൽ തള്ളപ്പെട്ടവരെന്നും ചിന്തിക്കുന്ന കുടുസായ ചിന്താഗതി വെച്ചു പുലർത്തുന്ന പലരും ഇന്നുമുണ്ട്. എന്നാൽ പുറമേയുള്ള അശുദ്ധിക്ക് അകത്തെ മനുഷ്യൻ്റെ സ്ഥിതിയുമായി യാതൊരു ബന്ധവുമില്ല. ഇതാണ് യേശു പഠിപ്പിച്ചത്. അന്നത്തെ സാഹചര്യത്തിൽ എത്ര വിപ്ലവകരമായ ഒരു ചിന്താഗതിയാണ് യേശു ഇവിടെ കൊണ്ടുവരുന്നത്. ശുദ്ധീകരണത്തെക്കുറിച്ച് ദൈവം ഇസ്രായേൽ ജാതിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പലതും ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുവാൻ പോവുകയാണ്. വിശുദ്ധനായ ദൈവവുമായി കൂട്ടായ്മ അനുഭവിക്കുന്നതിന് മുൻപ് ഒരു പാപി ശുദ്ധീകരണം പ്രാപിക്കേണ്ടതാണ്. ഈ വലിയ സത്യം ദൈവം അവരെ പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ പരീശന്മാർ ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനം എന്ന മട്ടിൽ പല ആചാരങ്ങളും ഉണ്ടാക്കി. മോശ തങ്ങൾക്ക് നിയമങ്ങൾ തന്നപ്പോൾ ഈ പറഞ്ഞ ആചാരങ്ങളും അതിൽ നൽകിയതാണ് എന്നുപോലും അവരിൽ പലരും വിശ്വസിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. കാലക്രമേണ ഈ ആചാരങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനമായി തീർന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് തന്നെ ചില ആചാരങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവർ ആചാരപരമായി കപ്പുകളും പ്ലേറ്റുകളും ഭരണി, ചെമ്പ്, മേശ തുടങ്ങിയവയും കഴുകുമായിരുന്നു. ഇവയെല്ലാം ഭാരമുളവാക്കുന്ന പൂർണ്ണമായും ബാഹ്യമായ പ്രവൃത്തികളായിരുന്നു. കഴുകുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്നാനം എന്നർത്ഥമുള്ളതാണ്. അവർ ഗ്ലാസ്, ഭരണി, മതപരമായ പ്രാധാന്യമുള്ള വസ്തുക്കൾ, മേശകൾ ഇവയെല്ലാം സ്നാനപ്പെടുത്തിയിരുന്നു എന്ന് ചുരുക്കം. അത്ര ഗൗരവമായിട്ടാണ് അവർ ഇതെല്ലാം ചെയ്തിരുന്നത്. മതപരമായ ആചാരത്തിൻ്റെ ശരിയായ അർത്ഥവും ഉദ്ദേശവും, അതായത് ദൈവവുമായി ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് മുൻപ് അവനുമായി നിരപ്പും ശുദ്ധീകരണം പ്രാപിക്കണം എന്ന കാര്യം മറന്നുകൊണ്ട് ആചാരത്തിൽ വ്യാപൃതരായി ആർക്കും തീരാവുന്നതാണ്.
ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്നും നാം കാണുന്നുണ്ട്. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം ഇല്ലാതിരിക്കെ തന്നെ അനേകരും മതത്തിൻ്റെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും അനുഷ്ഠിച്ച് ശുദ്ധരാകുന്നു എന്ന തെറ്റിദ്ധാരണയിൽ മുൻപോട്ട് പോകുന്നു. ഞാൻ അത് ചെയ്തതാണ്, ഞാൻ ഇത് ചെയ്തതാണ്, ഞാൻ മറ്റാരും ചെയ്യാത്ത ഇന്നിന്നതൊക്കെ ചെയ്തതാണ്, അതുകൊണ്ട് തീർച്ചയായും ഞാനൊരു ദൈവപൈതലാകുന്നു എന്ന തെറ്റിദ്ധാരണയിൽ അനേകരും കഴിയുന്നു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർക്കെതിരെ ഉന്നയിച്ച ഈ ആരോപണം വാസ്തവത്തിൽ അവനെതിരെയുള്ള വ്യക്തിപരമായ ആരോപണമായിരുന്നു. കാരണം അവർ അവൻ്റെ അനുഗാമികളായിരുന്നു, അതായത് ശിഷ്യന്മാർ. ഈ ആരോപണത്തിന് യേശു നൽകുന്ന മറുപടി അവരെക്കുറിച്ചുള്ള കടുത്ത ഒരു വിമർശനമാണ്. 6-ാം വാക്യത്തിൽ അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. കപടഭക്തി എന്ന് കേൾക്കുമ്പോൾ ഇത് ഭക്തിയുമായി മാത്രം ബന്ധപ്പെട്ട എന്തോ ആണെന്ന് തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കപടനാട്യക്കാരൻ എന്ന പദമാണ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കപടഭക്തിക്കാരൻ എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം നാടക സ്റ്റേജിലൊക്കെ അഭിനയിക്കുന്നവൻ അഥവാ നാടകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അഭിനയിക്കുന്നവൻ എന്നാണ്. അതായത് താൻ അല്ലാത്തതാകുന്നു എന്ന് നടിക്കുകയും ഒരിക്കലും അങ്ങനെ ആകുവാൻ ആഗ്രഹമില്ലാത്ത വിധം ജീവിക്കുകയും ചെയ്യുന്നവരാണ് ഈ കപടനാട്യക്കാരൻ. പരീശന്മാർ തെറ്റായ കാരണങ്ങൾക്ക് ദൈവത്തോട് ഭക്തിയുണ്ടെന്ന് തോന്നിപ്പിച്ചിരുന്നതിനാൽ യേശു അവരെ കപടഭക്തർ എന്ന് വിളിച്ചു. അവരുടെ ഭക്തി സ്നേഹത്തിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടതല്ലായിരുന്നു, പിന്നെയോ തങ്ങളെ വിശുദ്ധരായി കാണിക്കുന്നതിലൂടെ മറ്റുള്ളവരിൽ ഒരു മതിപ്പുണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്തൊക്കെയാണ് ഒരു കപടഭക്തൻ്റെ ലക്ഷണങ്ങൾ? 1, അവൻ്റെ സ്വഭാവം ശ്രേഷ്ഠമാക്കുന്നതിനേക്കാൾ മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി. 2, ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുമ്പോൾ തന്നെ ചില മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുന്നവൻ. 3, സ്വന്തം ഗുണങ്ങളെ പുകഴ്ത്തിപ്പാടുകയും മറ്റുള്ളവരുടെ തെറ്റുകളെ ഊതി വീർപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നവൻ. ഇക്കാലത്ത് യാതൊരു അർത്ഥവുമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. ഈ ആചാരങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിലും അതിനനുസരിച്ചുള്ള രൂപാന്തരമുണ്ടാകണം. ഹൃദയപൂർവ്വമല്ലാത്ത ആചാരങ്ങൾ അർത്ഥശൂന്യമാണ്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഇന്ന് ജനങ്ങൾ വിശ്വാസ ആചാരങ്ങളിലും സഭയായുള്ള അനുതാപത്തിലും പൊതുവായ ആരാധനകളിലും പ്രത്യേക വസ്ത്രധാരണത്തിലും വേർപെട്ട് നിൽക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്നു. എന്നാൽ ഇവയെല്ലാം കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമില്ലാത്ത വെറും ആചാരമായി തീരാവുന്നതാണ് എന്ന കാര്യം മറക്കരുത്. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ദൈവവചനത്തിന് പകരം മനുഷ്യ നിർമ്മിതമായ നിയമങ്ങളും ശാസ്ത്രിമാരുടെ വ്യാഖ്യാനങ്ങളും അവരുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവം വരും. 8-ഉം 9-ഉം വാക്യങ്ങളിൽ, നിങ്ങൾ ദൈവകൽപ്പന വിട്ടും കളഞ്ഞു മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. ഇവിടെയാണ് വിഷയം. അവർ ദൈവവചനത്തിന് പകരം സമ്പ്രദായങ്ങൾ അഥവാ ആചാരങ്ങൾ കൊണ്ടുവന്നു. ഒരു ആചാരം നല്ലതും നല്ല ഉദ്ദേശത്തോടെ ആരംഭിച്ചതുമായിരിക്കാം. എന്നാൽ പിൽക്കാലത്ത് ആ അനുഷ്ഠാനം ദൈവവചനത്തിൻ്റെ സ്ഥാനം അപഹരിച്ചാൽ അത് തിന്മയായി തീരാവുന്നതത്രേ. അതാണ് ഇവിടെ ഈ ആളുകൾക്ക് സംഭവിച്ചത്. ഇതേ കാരണത്താലാണ് അനേകം സഭകൾ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ആദ്യം അവർ ദൈവവചനത്തിന് പകരം അവരുടേതായ ഒരു വിശ്വാസ പ്രമാണം ഉപയോഗിക്കുവാൻ തുടങ്ങുന്നു. പിന്നീട് മനുഷ്യരുടെ വാക്കുകളും ചിന്താഗതികളും അവരുടേതായ ആചാരങ്ങളും കൊണ്ടുവരുന്നു. അധിക നാൾ കഴിയുന്നതിന് മുൻപ് ദൈവവചനം പടിക്ക് പുറത്താവുന്നു. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 10-11 വാക്യങ്ങളിൽ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഇവിടെ കർത്താവ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഉദാഹരണമാക്കുകയാണ്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കേണ്ടതാണെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാതാപിതാക്കന്മാരോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവരുടെ ആചാരപ്രകാരമുള്ള ഒരു കുറുക്ക് വഴി അവർ പലപ്പോഴും സ്വീകരിച്ചിരുന്നു. ഒരു മനുഷ്യന് തൻ്റെ അപ്പനെയോ അമ്മയെയോ അവർ പ്രായമായി ആവശ്യത്തിലിരിക്കുമ്പോൾ സഹായിക്കണമെന്ന് ഉദ്ദേശമില്ലെങ്കിൽ അവൻ തൻ്റെ വസ്തുവകകളെ ദൈവാലയത്തിലെ പുരോഹിതന് സമർപ്പിക്കും. ആ പ്രവൃത്തിയെ ഖുർബാൻ എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ അർത്ഥം ദാനം അഥവാ വഴിപാട് എന്നാണ്. ആ മനുഷ്യൻ്റെ മരണശേഷം അവൻ്റെ വസ്തുവകകൾ ദൈവാലയത്തിനായി തീരുകയും അവർ തൻ്റെ മാതാപിതാക്കന്മാരോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിമുക്തരായി ജീവിക്കുകയും ചെയ്യും. അവർക്ക് ഈ പറഞ്ഞ വസ്തുവൊക്കെ ആസ്വദിക്കാം, എന്നാൽ അപ്പനെയും അമ്മയും നോക്കുവാൻ പിന്നെ അവർക്ക് ചുമതലയുണ്ടായിരുന്നില്ല. മതത്തെ ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തതിനെയാണ് യേശു കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. 12-13 വാക്യങ്ങളിൽ നാം കാണുന്നത്, തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. ഈ സമ്പ്രദായം അപകടകരമായതാണെന്നും അത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് ഘടകവിരുദ്ധമാണെന്നുമാണ് യേശു പറയുന്നത്. ദൈവവേലയ്ക്ക് കൊടുക്കുന്നതിന് മുൻപ് ചില വ്യക്തിപരമായ ചുമതലകൾ മനുഷ്യൻ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഈ കാര്യം ഇക്കാലത്തും പ്രസക്തമാണ്. യേശു കൂടുതൽ വിശദീകരണം അതിന് നൽകുന്നു. 14 മുതലുള്ള വാക്യങ്ങളിൽ, പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ബാഹ്യമായതും ആന്തരികമായതും എന്താണെന്ന് വ്യക്തമാക്കിയ ശേഷം വാസ്തവമായത് എന്താണെന്ന് യേശു ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണപാനീയങ്ങളല്ല ശുദ്ധിയും അശുദ്ധിയും നിർണ്ണയിക്കുന്നത് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. കർത്താവ് പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ അതിനെക്കുറിച്ച് അവനോട് ചോദിച്ചു എന്ന് 23 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. പലപ്പോഴും നാം ബാഹ്യമായ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നില എപ്രകാരം ഇരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതോ എന്ന് ഒന്ന് പരിശോധന ചെയ്യുക. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് സീദോൻ്റെയും സോരിൻ്റെയും അതിർനാട്ടിൽ ചെന്ന് അവിടെ ഒരു സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്ന സംഭവമാണ് നാം വായിക്കുന്നത്. ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, നിങ്ങൾ ആ ഭാഗം വായിച്ച് പഠിച്ചാൽ മതി. ഈ സംഭവത്തെക്കുറിച്ച് നാം നേരത്തെ ചിന്തിച്ചതാണ്. കർത്താവ് തൻ്റെ സ്വന്തം ദേശം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. അവിടെ അവൻ സോർ നിവാസിയും കനാന്യ സ്ത്രീയുമായ ഒരുവളെ കണ്ടുമുട്ടി. അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുത്ത് വന്നു. യേശുവിൻ്റെ അവളോടുള്ള ആദ്യത്തെ പെരുമാറ്റം വളരെ ക്രൂരമായി തോന്നാവുന്നതത്രേ. എന്നാൽ ഇതൊരു പ്രത്യേക സത്യം വെളിപ്പെടുത്തുവാനായിരുന്നു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കണ്ടു. തൻ്റെ സ്വദേശത്തിന് വെളിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവനിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ സ്ത്രീ. നമ്മുടെ കർത്താവ് അവളുടെ അപേക്ഷ സ്വീകരിച്ചു, അവളുടെ മകളെ സൗഖ്യമാക്കി. ഈ സ്ത്രീയുടെ വിശ്വാസത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും അവളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്നതിനുമായിട്ടാണോ യേശു ആ പ്രദേശത്ത് വന്നത് എന്ന് ഏതൊരാൾക്കും സംശയിക്കാവുന്ന വിധത്തിൽ കർത്താവ് അവളെ സഹായിക്കുന്നു. ഇനി 31 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. ദെക്കപ്പൊലി എന്നതിന് 10 പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിസ്ട്രിക്റ്റ് എന്നാണ് അർത്ഥം.
ഗലീല കടലിൻ്റെ സമീപത്തുള്ള യോർദാൻ നദിക്ക് കിഴക്കുള്ള പട്ടണങ്ങളായിരുന്നു ഈ പറഞ്ഞ 10 പട്ടണങ്ങൾ. 32 മുതലുള്ള വാക്യങ്ങളിൽ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. 7-ാം അധ്യായം അവസാനിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സൗഖ്യദായക ശുശ്രൂഷയാണ് നമ്മൾ കാണുന്നത്. തൊട്ടു മുൻപുള്ള വാക്യങ്ങളിൽ കനാന്യ സ്ത്രീയോട് വ്യത്യസ്തമായി ഇടപെട്ടു അവളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകിയതുപോലെ ഇവിടെ വിക്കനായ ഒരു ചെകിടൻ്റെ ജീവിതത്തിൽ മറ്റൊരിടത്തും കർത്താവ് ഇതുവരെ ചെയ്യാത്ത ഒരു പ്രവൃത്തി ചെയ്യുന്നു. യേശു അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ട് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്ന് നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു എന്ന് നാം വായിക്കുന്നു. പ്രിയ സുഹൃത്തെ, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടെ നില അറിഞ്ഞ് വ്യത്യസ്തമായി പ്രവർത്തിക്കുവാൻ അവൻ മതിയായവനാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവൻ്റെ പ്രവർത്തനത്തിനായി അവനിൽ ആശ്രയിക്കുമോ? അവൻ നമ്മെ രക്ഷിക്കുവാൻ മതിയായവനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തങ്ങളുടെ മതത്തിനും ദേശത്തിനും മാത്രം അവകാശപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കുവാൻ യഹൂദന്മാർ നിരന്തരം പരിശ്രമിച്ചിരുന്നു. യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് യഹൂദന്മാരുടെ ഇടയിലായിരുന്നെങ്കിലും ജാതി, മത, ദേശ അതിരുകൾക്കതീതമായി ദൈവരാജ്യ സന്ദേശം വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. യഹൂദന്മാരുടെ കപടഭക്തിയെ കഠിനമായി വിമർശിച്ച കർത്താവ് ദൈവത്തെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ മാത്രം സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർക്ക് തൻ്റെ ശുശ്രൂഷയിലൂടെ ശക്തമായ താക്കീത് നൽകുകയും ചെയ്തു.